ദേശീയത സംബന്ധിച്ചുള്ള, പൈതൃകം സംബന്ധിച്ചുള്ള അമിതമായിട്ടുള്ള അവകാശവാദങ്ങൾ. ഇത് വലതുപക്ഷങ്ങളാണ് കൂടുതൽ, വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ ഒരു തുറുപ്പ് ചീട്ടാണ്. തങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നു, തങ്ങൾ പൈതൃകത്തിന് വേണ്ടി നിലകൊള്ളുന്നു. ഇതൊരു മതാത്മക ചിന്തയുടെ ഒരു സൃഷ്ടിയാണ്. ഇത് അടിസ്ഥാനത്തിൽ മതം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ പൈതൃകം എന്ന് പറയുമ്പോൾ എന്താണ് പൈതൃകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ സാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസിന്റെ, ഹോമോ സ്പീഷീസിൽ തന്നെ അതിജീവിച്ച ഏക സ്പീഷീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഡെനിസോവൻസും നിയാൻഡർതാലൻസിസും ഫ്ലോറൻസിസും അതേപോലെയുള്ള നമ്മളുടെ സബ് സ്പീഷീസ് ആയിരുന്നവർ ഇന്ന് ലോകത്തില്ല. സാപ്പിയൻസ് മാത്രമാണ് അതിജീവിച്ചത്. തീർച്ചയായിട്ടും നമ്മൾ തുടങ്ങിയ ഇങ്ങനെ ഒരു അവസ്ഥയിലല്ല. നമ്മൾ തുടങ്ങിയത് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് എന്നുള്ള അവസ്ഥയിൽ ഗുഹാമനുഷ്യരായി തുടങ്ങിയ ഈ മനുഷ്യൻ പിന്നീട് ഗോത്ര മനുഷ്യനാവുകയും അതിനുശേഷം അവൻ അഗ്രികൾച്ചറിലേക്ക് വരികയും അതിനുശേഷം അവൻ്റെ പുരോഗതി എഴുത്തിലേക്ക് വരുന്നു, രചനകളിലേക്ക് വരുന്നു, ദൈവത്തെ കണ്ടുപിടിക്കുന്നു, ഇങ്ങനെ വരികയാണ്. ഇവിടെ നമ്മുടെ സംസ്കാരം ഏതാണ്? നമ്മുടെ സംസ്കാരം നിങ്ങൾ ആ ഗുഹകളിൽ, ഇരുണ്ട ഗുഹകളിൽ മാംസവും ആഹാരവും പഴങ്ങളും ഒക്കെ കഴിച്ച് പരസ്പരം മൃഗങ്ങളെ പോലെ ഇണചേർന്ന് കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ നിങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണോ? ഒരു ചോദ്യമുണ്ട്. അല്ല, അയാളെ കളഞ്ഞു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ മനുഷ്യൻ മെല്ലെ മെല്ലെ പിച്ചവെച്ച് വരികയാണ്. ഈ ഘട്ടങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ യഥാർത്ഥ പ്രാകൃതൻ അല്ലെ യഥാർത്ഥ സംസ്കാരം ഏതാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എവിടം വരെ പോകാൻ തയ്യാറാകും എന്നുള്ള ചോദ്യം. അതായത് ഈ ഒരു പേന നിങ്ങൾ നോക്കാം. നിങ്ങളുടെ മൊത്തം സംസ്കാരം, മനുഷ്യന്റെ മൊത്തം ചരിത്രം ഇത്രയാണെങ്കിൽ ചില ആൾക്കാർ പോകുന്നത് ഒരല്പം കുഴിച്ചു നോക്കും. ഇവിടെ വരെ കുഴിച്ചു നോക്കിയിട്ട് ഇത്രയും ഭാഗം എടുക്കും. ഇതാണ് സമഗ്രമായ സമസ്ത സംസ്കാരം. ഇവിടെയാണ് ഞങ്ങളുടെ ഗ്രന്ഥങ്ങളെല്ലാം രചിക്കപ്പെട്ടത്. ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ മുനിമാരെല്ലാം എഴുതിയത്. ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ ഭാവന മുഴുവൻ ചിറക് വിരിച്ചത്. അതിന് താഴോട്ടുള്ളത് സംസ്കാരമല്ല, അതിന് മേലോട്ടുള്ളത് സംസ്കാരമല്ല. ആ പർട്ടിക്കുലർ പീരീഡിലുള്ളതാണ് സംസ്കാരം. ചരിത്രത്തെ കുഴിക്കുന്നവരെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അവർ ചരിത്രം കുഴിക്കുമ്പോൾ അവർക്ക് എവിടെ വരെയാണോ കുഴിക്കാൻ താല്പര്യം അവിടെ വരെ കുഴിച്ചു നിർത്തും, താഴോട്ട് പോവില്ല. പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ചരിത്രമാണ്, വേറെ ആൾക്കാരാണ് നായകന്മാർ വില്ലന്മാരാകുന്നത് കാണേണ്ടി വരും. വളരെ വികലമായ ചരിത്രബോധത്തിൽ അധിഷ്ഠിതമാണ് പലപ്പോഴും പൈതൃകവാദം എന്ന് പറയുന്നത്. ഈ പൈതൃകവാദികൾ ആരും തന്നെ യഥാർത്ഥത്തിൽ പൈതൃകത്തോട് താല്പര്യമുള്ളത് കൊണ്ടല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. അവർ ചോദിക്കുമ്പോ കഞ്ഞി കുടിക്കണം, അപ്പൊ നമ്മളറിയാം ഈ പ്ലാവില കോട്ടി കുടിക്കാമല്ലോ, അതല്ലേ നമ്മുടെ അപ്പനപ്പന്മാരായിട്ട് ചെയ്യുന്നത്. സ്പൂൺ ഉണ്ടല്ലോ, കാറ്റ് ഇത് കണക്ക് നിങ്ങൾ വീശുന്നോണം, വിസറി ഉണ്ടല്ലോ. ഫാനുള്ളപ്പോൾ എന്തിനാണ് വിസറി? എല്ലാ കാര്യത്തിലും, സമസ്ത കാര്യങ്ങളിലും ആധുനികതയും സയൻസും സാങ്കേതിക വിദ്യയും നൽകുന്ന നേട്ടങ്ങളെ മുറുകെ പിടിക്കുമ്പോഴും ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രമാണ് സംസ്കാരത്തിലേക്ക് അവർ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നിലവിളക്കിന് വേണ്ടി നിലവിളിക്കും. അതെന്തുകൊണ്ടാണ്? നിലവിളക്ക് എന്ന് പറയുന്ന ഒരു മത ഉൽപ്പന്നമായി അവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. നിലവിളക്കിനോട് അല്ല യഥാർത്ഥത്തിൽ അവരുടെ പ്രേമം, നിലവിളക്കുമായി ബന്ധപ്പെട്ട ഭക്തി ആചാരങ്ങളും പ്രാർത്ഥനകളുമാണ്. അതുകൊണ്ട് അത് സംസ്കാരത്തിന്റെ ബിംബമായി ഉയർത്തി കാണിക്കുന്നു. പക്ഷെ വേറൊന്നും ചെയ്യുന്നില്ല, കുന്നിടിക്കും. അവർ വലിയ പ്രകൃതിവാദികളൊക്കെ ആയിരിക്കും, ഋഷിമാര് അവിടെ പോയി കാട്ടിൽ പോയി തപസ് ചെയ്യുന്നൊക്കെ. പക്ഷെ കുന്നിടിച്ച് JCB ആണ് അവർ ഏറ്റവും പ്രിയപ്പെട്ട ആയുധം, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട യന്ത്രം. നോ പ്രോബ്ലം. പശുവിനെ വളർത്തില്ല, കാര്യം കൊതു. പാല് പുറത്തുനിന്ന് മെൽമേട വാങ്ങിക്കും. പക്ഷേ അവർ പശുവിന്റെ വലിയ ആരാധകരായിരിക്കും. ചാണകവും മൂത്രവും ഒക്കെ ഭയങ്കര അലർജി, അതുകൊണ്ട് ആരും പശുവിനെ വളർത്തത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ അവർ പശു ആയിരിക്കും അവരുടെ സിമ്പിൾ. ഇത് നമ്മുടെ പൈതൃകവാദത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് അടിമുടി കപടമാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഭൂതകാലത്തോടുള്ള താല്പര്യമല്ല, മറിച്ച് തങ്ങളുടേതായിട്ടുള്ള ഐഡിയോളജി, തങ്ങളുടേതായിട്ടുള്ള പ്രത്യയ ശാസ്ത്രങ്ങൾ വിൽക്കാൻ വേണ്ടി അവർ ഭൂതകാലത്തോട് അമിതമായ പ്രണയം നടിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് ഇല്ലാത്തതാണ്, കപടമാണ്, വ്യാജമാണ്, പ്രത്യേക അജണ്ടയോട് കൂടിയുള്ളതാണ്. യഥാർത്ഥത്തിൽ എത്ര പേര് പുരാതനമായിട്ടുള്ള സംസ്കാരം തുടിച്ചു നിൽക്കുന്ന ആർക്കിയോളജിക്കൽ സൈറ്റുകൾ സന്ദർശിക്കാറുണ്ട്? എത്ര പേര് ഗുഹകൾ സന്ദർശിക്കാറുണ്ട്? എത്ര പേര് പാലിയന്റോളജിക്കൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സൈറ്റുകൾ സന്ദർശിക്കാറുണ്ട്? ഒന്നുമില്ല. ഇവർ പൈതൃകം എന്ന് പറയുമ്പോൾ നമ്മുടെ മതപുസ്തകം, നമ്മുടെ മതധാരണകൾ, തങ്ങളുടെ മതപ്രത്യയ ശാസ്ത്രങ്ങൾ, അത്രേ ഉള്ളൂ. അത് തങ്ങളുടെ ഇന്നത്തെ രാഷ്ട്രീയത്തെ സഹായിക്കുന്നു. അപ്പോൾ പൈതൃകവാദത്തെക്കുറിച്ച് എനിക്ക് അത്രയാണ്